നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. 16ാം കേരള നിയമസഭ തുടങ്ങി. MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വി അബ്ദുൽ ഗഫൂർ. പേരിലെ മേനോൻ ആവർത്തിച്ച് VD വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. സഭയിൽ കൗതുകമായി G. സുധാകരന് മുൻപിൽ പിണറായിയുടെ സത്യപ്രതിജ്ഞ. പരിഭവം മറന്ന് ഹസ്തദാനം നൽകി ഇരുവരും. പിണറായി വിജയന് കൈകൊടുത്ത് TK ഗോവിന്ദൻ. അഭിവാദ്യമർപ്പിച്ച് V. കുഞ്ഞികൃഷ്ണൻ. ദൈവനാമത്തിലും സഗൗരവമായും സത്യപ്രതിജ്ഞ ചെയ്ത് MLA-മാർ. ഇംഗ്ലീഷിലും കന്നഡ ഭാഷയിലും തമിഴിലും സത്യവാചകം. ചാണ്ടിയുമ്മൻ സഭയിലേക്ക് എത്തിയത് സൈക്കിൾ ചവിട്ടി. നാളെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP മത്സരിക്കും. ചാത്തന്നൂർ MLA BB ഗോപകുമാർ സ്ഥാനാർത്ഥി. AC മൊയ്തീൻ LDF-ൽ നിന്നും മത്സരിക്കും. തിരുവഞ്ചൂർ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. നിയമസഭയിലെ ഇരിപ്പിടങ്ങളിൽ താൽക്കാലിക ക്രമീകരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കക്ഷിതാക്കളും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും മുരളീധരനും മുൻനിരയിൽ. പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയന് തൊട്ടടുത്ത് KN ബാലഗോപാൽ. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും ഒന്നാം നിരയിൽ. PM ശ്രീ പദ്ധതിയിൽ പരിശോധന. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും യൂണിഫോമും മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് ശരത് ലാലിന്റെ പിതാവ്. ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകും. ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിലെ ചുരുളഴിക്കാൻ പോലീസ്. മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിച്ച് പോലീസ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും സങ്കീർണമാകുന്നു. ഇറാനെതിരെ തങ്ങളാണ് മേധാവിത്വം നേടിയിരിക്കുന്നതെന്ന് ട്രംപ്. മറ്റൊരു യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പിലാണ് US എന്ന് ഇറാന്റെ ആരോപണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ US-ന് വൻ നാശനഷ്ടമെന്ന് റിപ്പോർട്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ 42 വ്യോമയാനങ്ങൾ നഷ്ടം. തകർന്ന വിമാനങ്ങളുടെ എണ്ണം ഇതിനേക്കാളും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ട്. നിർണായക കേന്ദ്ര മന്ത്രിസഭാ യോഗം വൈകിട്ട്. പുനഃസംഘടനയ്ക്കു സാധ്യത. തലസ്ഥാനത്ത് തന്നെ തുടരണമെന്ന് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ കർശന നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളും ചർച്ചയ്ക്ക്. ബംഗളൂരുവിൽ കോട്ടയം സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി. പ്രതി ബത്തേരി സ്വദേശി ഹൈനസ് ഒളിവിൽ. ബലാത്സംഗം ഒഴിവു ദിനങ്ങളിൽ പെൺകുട്ടി ജോലി ചെയ്യുന്നിടത്തെ സഹപ്രവർത്തനം നടത്തിയ പാർട്ടിക്കിടെ. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ജീവൻ അപായപ്പെടുത്തുമെന്ന് ഭീഷണിയെന്നും പെൺകുട്ടി. മടിവാള പോലീസ് കേസെടുത്തു. ദൃശ്യം 3ക്ക് ആവേശകരമായ വരവേൽപ്പ്. ഗംഭീര പ്രതികരണവുമായി പ്രേക്ഷകർ. ലാലേട്ടൻ തൂക്കി
ഈ വർഷം ലാലേട്ടൻ തൂക്കി അടുത്ത 100 കോടിയാണ്. പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടും പിറന്നാൾ ആഘോഷിച്ചും ലാലേട്ടൻ. MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അതോടെ കേരള നിയമസഭാ സമ്മേളനം തുടക്കമായി. പ്രോപ് ടൈം സ്പീക്കർ ജി സുധാകരൻ MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 105-ാമതായി മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. തന്റെ പേര് മുഴുവനായും പറഞ്ഞായിരുന്നു ഇത്തവണയും സതീശന്റെ സത്യപ്രതിജ്ഞ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായി വിജയനെ ഡെസ്കിലടിച്ചാണ് പ്രതിപക്ഷ നിര സ്വീകരിച്ചത്. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് സത്യവാചകം ചൊല്ലാനെത്തിയപ്പോൾ ഡെസ്കിൽ തട്ടിവരവേറ്റു. ചെയറിൽ നിന്ന് എഴുന്നേറ്റ് എന്ന ജി സുധാകരനും പിണറായി വിജയനും രാഷ്ട്രീയ പരിഭവമില്ലാതെ പരസ്പരം അഭിവാദ്യം ചെയ്തു. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, കൗതുകകരമായ ഒരുപാട് കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു ഇന്ന് നിയമസഭ. തളിപ്പറമ്പിൽ MLA പിണറായി വിജയന് കൈകൊടുക്കുന്നു. പയ്യന്നൂർ MLA പിണറായി വിജയനെ അഭിവാദ്യം ചെയ്യുന്നു. അമ്പലപ്പുഴ MLA പ്രോടൈം സ്പീക്കറായി വരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കൗതുകം നിറഞ്ഞ ദിവസമായിരുന്നു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് ഒറ്റ അജണ്ട നടന്നത്. പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞ നടപടികൾക്ക് നേതൃത്വം നൽകി. 9 മണിക്ക് ആരംഭിച്ചു, 12:30-ക്ക് അവസാനിച്ചു. ഇതിനിടയിൽ 10 മിനിറ്റോളം ഇടവേളയും കൊടുത്തു. തുടർച്ചയായി സത്യപ്രതിജ്ഞ നടക്കുന്നതിനാൽ 10 മിനിറ്റോളം പ്രോടൈം സ്പീക്കർ ഇടവേളയും കൊടുത്തു. ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കാണാൻ കാത്തിരുന്ന കാഴ്ച പ്രോടൈം സ്പീക്കർ ജി സുധാകരന്റെ മുൻപാകെ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതുപോലെ തന്നെ അവർ തമ്മിൽ ഹസ്തദാനം നടത്തുമോ എന്നുള്ളതുമായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. എല്ലാ MLA-മാരും മുഖ്യമന്ത്രി അടക്കമുള്ള MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒപ്പിട്ട് സത്യപ്രതിജ്ഞ ശേഷം സ്പീക്കർ ഡയസിലെത്തി. സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും കൈകൊടുത്ത് സംസാരിച്ചു, അവർക്ക് അഭിവാദ്യം അർപ്പിച്ചു. പക്ഷേ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നിര ഒന്നടങ്കം ഡെസ്കിലടിച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു, സ്വീകരിച്ചു. കുറച്ചുകൂടി വ്യത്യസ്തമായ കാഴ്ച, കൗതുകരമായ കാഴ്ച, മുഖ്യമന്ത്രി VD സതീശനും ആ പ്രതിപക്ഷ നിരയ്ക്കൊപ്പം ചേർന്ന് ഡെസ്കിൽ അടിച്ച് മുൻ മുഖ്യമന്ത്രിയെ നിയുക്ത പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. വളരെ പുഷ്പളമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം പിണറായി വിജയൻ സ്പീക്കറുടെ ഇരിപ്പിടത്തിനൊക്കെ അടുത്തേക്ക് നടന്നു. പിണറായി ആ പടികൾ കയറി ഇരിപ്പിടത്തിലേക്ക് എത്തും മുമ്പ് തന്നെ സീറ്റ് വിട്ട് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് മാറി വന്നാണ് ജി സുധാകരൻ പ്രോടൈം സ്പീക്കർ പിണറായിയെ സ്വീകരിച്ചത്. തന്റെ മുൻ നേതാവിനെ ഏറ്റവും അധികം ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന എല്ലാ രാഷ്ട്രീയ അടവുകളും നീക്കങ്ങളും പിണറായിക്ക് വേണ്ടി CPI വിഭാഗീയത കാലത്ത് പോലും മുന്നിൽ നിന്ന് ആ പട നയിച്ച ആലപ്പുഴ ജില്ലയിലെ CPM-നെ ഒന്നടങ്കം പിണറായിക്ക് മുമ്പാകെ എത്തിച്ച പിണറായി ക്യാമ്പിൽ എത്തിച്ച ജി സുധാകരൻ ഇന്നും ആ സ്നേഹം, ആ ബഹുമാനം നഷ്ടപ്പെട്ടിട്ടില്ല. എതിർചേരിയിൽ പോയി മത്സരിച്ച് CPM-നെ വെല്ലുവിളിച്ച് പിണറായിയെ
പരസ്യമായി വിമർശിച്ച് മത്സരരംഗത്തേക്ക് വന്നപ്പോഴും പിണറായിയോടുള്ള മമതയ്ക്കും സ്നേഹത്തിനും ബഹുമാനത്തിനും കുറവില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഇടപെടലാണ് ജി സുധാകരന്റെ ഭാഗത്തുണ്ടായത്. അതേ രീതിയിൽ സുധാകരനെ പിണറായി വിജയൻ ആശ്ലേഷിച്ചില്ല എന്ന് മാത്രമാണ്. ആ രീതിയിൽ അഭിവാദ്യം ചെയ്ത് തോളിൽ തട്ടി തിരിച്ച് സുധാകരൻ തോളിൽ തട്ടിയുള്ള കാഴ്ച ഇന്ന് നിയമസഭയിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ കാഴ്ചകളിലൊന്നായിരുന്നു. മറ്റ് രണ്ട് MLA-മാർ സത്യപ്രതിജ്ഞ കൂടി ആ രീതിയിൽ വളരെ കൗതുകകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആയിരുന്നത്. ഒന്ന് തളിപ്പറമ്പ് MLA ഗോവിന്ദൻ്റേതായിരുന്നു. ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പിണറായിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന് ഹസ്താനം നൽകിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. പിണറായി എഴുന്നേറ്റ് നിന്ന് ഹസ്താനം നൽകി. പയ്യന്നൂർ MLA സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായിക്ക് അടുത്തെത്തി അഭിവാദ്യം ചെയ്തു. പിണറായി അതേ രീതിയിൽ അഭിവാദ്യം ചെയ്തു. അങ്ങനെയുള്ള കൗതുകരമായ കാഴ്ച. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നടത്തിയ പ്രസംഗം അതിലല്ലെങ്കിൽ സത്യവാചകം ചൊല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ വിമർശനം. അത് സവർണ ബോധത്തിൻ്റെ മേനോൻ ആണെന്ന് ആളുകളെ അറിയിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതിന് വളരെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ സതീശൻ നൽകി. അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറയുന്ന അഭിമാനകരം എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം ഇന്നും ആ വടശ്ശേരി ദാമോദര മേനോൻ സതീശ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാടിൽ അണു ഇട പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യവാചകം ചൊല്ലി. മറ്റു MLA-മാർ ദൈവനാമത്തിൽ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ അതുപോലെ തന്നെ സഗൗരവവും ഒക്കെയുള്ള സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടു. മലയാളത്തിലും കന്നഡയിലും തമിഴിലുമുള്ള സത്യവാചകം ചൊല്ലൽ നമ്മൾ കേട്ടു. ഇംഗ്ലീഷിൽ ഒരു അര ഡസനോളം MLA-മാർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. വസ്ത്രധാരണത്തിൽ എപ്പോഴും മുണ്ടും ഷർട്ടും എന്ന പരമ്പരാഗത രീതി കഴിഞ്ഞ കുറേ നാളുകളായി സഭയിൽ മാറി വരുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് 4-5 MLA-മാർ പാൻസ് ധരിച്ച് ചാണ്ടി ഉമ്മൻ തൻ്റെ പിതാവിൻ്റെ ചിത്രമുള്ള ഉമ്മൻചാണ്ടിൻ്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ച് സഭയിൽ സത്യവാചകം ചൊല്ലാനെത്തി. സൈക്കിളിലാണ് ചാണ്ടി ഉമ്മൻ വന്നത്. അത് ഒരുപക്ഷെ പ്രതിഷേധ സൂചകമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാൽനടയായി പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ചാണ്ടി ഉമ്മൻ ഇന്ന് സൈക്കിളിലാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രം ധരിച്ച് സൈക്കിളിലാണ് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. നിയമസഭാ മന്ദിരം, നിയമസഭാ പരിസരം, അവിടെ എല്ലാ നിലകളിലും വലിയ തിരക്ക്, സാധാരണ ഉണ്ടാകാത്ത ജനത്തിരക്കുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ കൂട്ടത്തോടെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയതാണ് അത്തരം തിരക്കിന് കാരണം. ഏതായാലും വരും ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. AC മൊയ്തീനാണ് ഇടതുമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ന് വേണ്ടി മത്സരിക്കും. BB ഗോപകുമാർ BJP-യുടെ ചാത്തന്നൂർ MLA ആണ് BJP പ്രതിനിധിയായി നിയമസഭയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. BJP-യുടെ MLA-മാരിൽ മുൻനിരയിൽ നിന്നിരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. പക്ഷേ അവിടെ V മുരളീധരൻ ഒരുപക്ഷെ സഭാ കക്ഷി നേതാവായി വരുമെന്ന സൂചനയുണ്ട്. ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെടും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ഉള്ള ബോർഡ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന ബോർഡ് ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്വാഭാവികമായും VD സതീശൻ ഓഫീസിന് വലിയ തിരക്കായിരുന്നു. അദ്ദേഹം അതിഥികളെ സ്വീകരിച്ചു. അങ്ങനെ ആദ്യ ദിവസം ബഹുലമായിരുന്നു, കൗതുകകരമായിരുന്നു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ആദ്യ ദിവസം. രഞ്ജിത്ത് അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാർട്ടിയെ വെല്ലുവിളിച്ച് MLA-മാരായെത്തിയ CPM വിമതരുടെ സത്യപ്രതിജ്ഞ മറ്റൊരു കൗതുകമായി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ അട്ടിമറി വിജയം നേടിയ TK ഗോവിന്ദനോടും V കുഞ്ഞികൃഷ്ണനോടും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ വൈര്യമൊന്നും പ്രകടമാക്കിയതേയില്ല. മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയവർ തിരികെ എത്തുന്നത് നിയമസഭാംഗങ്ങളായിട്ടാണ്. എല്ലാ അർത്ഥത്തിലും കൃത്യമായ രാഷ്ട്രീയ മറുപടി. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ട്രഷറി ബെഞ്ചിന്റെ പിൻനിരയിലായിരുന്നു സീറ്റ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഭരണ പ്രതിപക്ഷ നിരയെ അഭിവാദ്യം ചെയ്യുന്നതാണ് പതിവ് രീതി. ശ്രീ TK ഗോവിന്ദൻ മാസ്റ്റർ. TK ഗോവിന്ദൻ ആദ്യമെത്തി. ഭരണപക്ഷ നിരയിൽ നിന്നും കയ്യടി ഉയർന്നു. പതിവിന് വ്യത്യസ്തമായി ഗോവിന്ദൻ ആദ്യം അഭിവാദ്യം ചെയ്തത് പിണറായി വിജയനെ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി ഗോവിന്ദന് ഹസ്തദാനം ചെയ്തു. V കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായിയുടെ സീറ്റിന് സമീപത്തെത്തി അഭിവാദ്യം ചെയ്തു. തിരിച്ച് പിണറായിയും. ഇരുവരുടെയും സഗൗരവ പ്രതിജ്ഞ. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ നാളെ മുതൽ ഭരണപക്ഷ നിരയിലെത്തും. സ്വതന്ത്രരെന്ന പരിവേഷമുണ്ടെങ്കിലും CPM-ന്റെ 3 മുൻനിര നേതാക്കൾ
ഇത്തവണ മറുചേരിയിലെന്ന കൗതുകത്തിനാണ് ഇനി മുതൽ നിയമസഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭൂരിഭാഗം സാമാജികരും മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചുരുക്കം ചിലർ മാത്രം ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ. എഫ് രാജ തമിഴിലും AKM അഷ്റഫ് കന്നഡയിലുമാണ് സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിലെ ഇരിപ്പിടങ്ങളിലും താൽക്കാലിക ക്രമീകരണങ്ങളായി. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കാണ് സീറ്റ്. കക്ഷി നേതാക്കൾക്ക് ഒപ്പം രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, KA മുരളീധരൻ എന്നിവരും മുൻനിരയിൽ സ്ഥാനമുണ്ട്. പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയനടുത്ത് KN ബാലഗോപാലാണ്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും ഇന്ന് ഒന്നാം നിരയിലായിരുന്നു. ഉഗ്രശാസനത്തിന്റെ ആൾരൂപമായി തുടർച്ചയായി 2 ഇടത് സർക്കാരുകളെ നയിച്ച പിണറായി വിജയന് 16ാം നിയമസഭയിൽ വേഷം പ്രതിപക്ഷ നേതാവിൻ്റേത്. യഥാക്രമം 91, 99 എന്നിങ്ങനെയായിരുന്നു 14, 15 നിയമസഭകളിൽ ഇടതംഗബലമെങ്കിൽ ഇക്കുറി 35 എന്ന ദുർബല സംഖ്യയുമായാണ് UDF സർക്കാരിനെ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരിക. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായിയെ പരിഗണിക്കരുതെന്ന ആവശ്യം ഉയർന്നിരിക്കെയാണ് മറിച്ചുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു. CPM-ൽ മറ്റെല്ലാ പേർക്കും പ്രായപരിധി നിർബന്ധമായിരിക്കെ അതൊന്നും ബാധകമല്ലാത്ത പിണറായി വിജയൻ 102 എന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള UDF സർക്കാരിനെ 35 എന്ന ദുർബലമായ സംഘബലം കൊണ്ട് നേരിടാൻ പോകുന്നത് 82ാം വയസ്സിലേക്ക് അടുക്കുന്ന പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ധാർഷ്ട്യമാണ് ഇടതു തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിമർശനമുയർന്നിരുന്നു. 2ാം നിരയില്ലാത്ത വിധം CPM-നെ ദുർബലമാക്കിയത് പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവമെന്ന ആക്ഷേപവും ഇരട്ടച്ചങ്കരെന്ന് ഒരു കാലത്ത് സ്തുതിപാഠകർ പാടിപ്പുകഴ്ത്തിയ പിണറായി നേരിടേണ്ടി വരുന്നു. KN ബാലഗോപാൽ ഒഴികെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ മറ്റൊരു പേരില്ലാത്തതിന് ഇതിന് ദൃഷ്ടാന്തമായി വിമർശകർ ഉയർത്തിക്കാട്ടുന്നു. 16 വർഷം പാർട്ടി സെക്രട്ടറി, തുടർന്ന് 10 വർഷം മുഖ്യമന്ത്രി. 1/4 നൂറ്റാണ്ടിലധികം ഇത്തരം സൗകര്യങ്ങളിൽ ജീവിച്ച പിണറായിക്ക് അധികാരത്തിന്റെ ശീതളമയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ചിന്താഗതി മാറിയോ? പിണറായി ഉത്തമ കമ്മ്യൂണിസ്റ്റാണോ? ചോദ്യങ്ങൾ പലതുയരുന്നുണ്ട് സമൂഹത്തിൽ. സഭയ്ക്കകത്തും പുറത്തും പിണറായിക്ക് അത്ര കണ്ട് അനുകൂലമല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണെങ്കിലും പിണറായി തന്നെയാണ്. ആളിക്കത്തുന്ന ഫയർ ബ്രാൻഡിന് UDF-നെ ചുട്ടരിക്കാൻ സ്വയം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ധിഷണയുണ്ട്. അത് കാലം നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. ഈ പരാജയം CPIM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചു വരും. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കും. BB ഗോപകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP NDA ചരിത്രത്തിൽ ഇന്ന് ഒരു ഏറെ സന്തോഷകരമായ ദിവസമാണ്. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് 3 MLA-മാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നു. അത് ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായി പാർട്ടിൻ്റെയും മുന്നണിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട്, ജനങ്ങളുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കാനാണ് ഈ 3 MLA-മാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദിജി പഠിപ്പിച്ചു തന്ന ഒരു വികസന രാഷ്ട്രീയം, അത് ഇന്നുവരെ കേരള നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിട്ടില്ല.
അതെല്ലാം മാറ്റാനാണ് ഈ 3 MLA-മാർ നിയമസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ എടുത്തിട്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കാൽനടയാണ് BJP MLA-മാർ നിയമസഭയിലെത്തിയത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സമീപകാല സ്പീക്കർ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നാളെ രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുണ്ട്. UDF-ൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 102 പേരുടെ പിന്തുണയാണ് UDF-നുള്ളത്. ഇടതു മുന്നണിയിൽ നിന്നും LDF-ൽ നിന്നും മത്സരിക്കുന്നത് AC മൊയ്തീൻ, മുൻ മന്ത്രിയായ AC മൊയ്തീനാണ്. BJP-ക്ക് 3 അംഗങ്ങളുള്ളതുകൊണ്ട് BJP-ക്ക് ഔദ്യോഗികമായി തന്നെ ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാം. ആ അവസരം BJP കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു. B. ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ രാവിലെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബാലറ്റിലാണ് 3 പേരുടെ പേരെഴുതിയ ബാലറ്റ് പേപ്പറാണ് ഉള്ളത്. അവിടെയാണ് വോട്ട് ചെയ്തേണ്ടത്. പിന്നീട് വോട്ട് എണ്ണിയാണ് സ്പീക്കറെ പ്രഖ്യാപിക്കുന്നത്. ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതമോ കൗതുകമോ ഒന്നും കാണേണ്ടതില്ല. ഇനി ഭരണനിരയിൽ നിന്ന് കുറേയേറെ പേർ വന്നില്ലെങ്കിൽ പോലും അനായാസം ജയിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു പ്രതീകാത്മകമായ മത്സരത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. പ്രധാനപ്പെട്ട കാര്യം BJP ഇങ്ങനെ ഒരു മത്സരത്തിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്ക് മത്സരം മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഭരണകക്ഷിയും UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു മത്സരമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ കസേരയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ആനയിക്കുന്നത്. അതിനുശേഷം കക്ഷി നേതാക്കൾ എല്ലാവരും, ആദ്യം മുഖ്യമന്ത്രി, പിന്നീട് കക്ഷി നേതാക്കൾ, ഇവരെല്ലാവരും സംസാരിക്കും. അതിനുശേഷം സ്പീക്കറുടെ മറുപടി, അതിനുശേഷമാണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. ഈ നടപടികളാണ് നാളത്തെ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പിന് തെറ്റായ ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് തോന്നുന്നില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും അല്ലെങ്കിലും ആ ലിമിറ്റിൽ നിന്നുള്ള ഇടപെടലേ ഉണ്ടാകൂ. മന്ത്രിയായപ്പോൾ ചെറിയാൻ ഫിലിപ്പ് വിളിച്ചുവെന്നും ആശംസകൾ അറിയിച്ചുവെന്നും ബിന്ദു കൃഷ്ണ ന്യൂസ് 18-നോട് പറഞ്ഞു. അതാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉദ്ദേശമുള്ള ഒരാൾ വന്നാൽ ഇതല്ല എൻ്റെ പ്രതികരണം. നമ്മളപ്പോൾ എന്താ പറയുക, അതങ്ങനെയല്ല. ഇത് സ്നേഹത്തിൽ ഉള്ള പ്രതികരണം. എനിക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഓക്കെ, പ്രൊസീഡ് ചെയ്യാം. എനിക്ക് ഉചിതമല്ല. ഇത്തരം ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യം, ഇതൊന്നും ഓരോരുത്തരുടെ ജീവിതശൈലിയാണ്. എനിക്ക് എൻ്റേതായൊരു ജീവിതശൈലിയുണ്ട്. അത് അന്നും ഇന്നും എന്നും എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലൂടെ ഞാൻ ജീവിക്കത്തുള്ളൂ. പക്ഷേ അത് സമൂഹത്തിന് ദോഷമല്ലാത്ത ശൈലി ആണ് ഫോളോ ചെയ്യുന്നതല്ല. സമൂഹത്തിന് ദോഷമുള്ളൊന്നും ഒരു ശൈലിയും ഒരു ഇഷ്ടവും എനിക്കില്ല. അപ്പോൾ അത്തരം ഒരു തീർച്ചയായും ശരിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് KSU കാലം തൊട്ട്, ഞാൻ KSU യൂണിറ്റ് ഭാരവാഹിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം നേതാവാണ്. അവരോടും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ലിമിറ്റ്, എനിക്കൊരു ലിമിറ്റുണ്ട്. അതാണ്, വേറെ ഒന്നുമല്ല. ലിമിറ്റ് ഇല്ലാതെ ഒരാൾക്കാകാം, അത് അവർക്കാവും. പക്ഷെ എനിക്ക് ഇതാണ് താല്പര്യം. എനിക്കിഷ്ടമായത്, അത് ക്യാമറ ഉണ്ടായാലും ക്യാമറ ഇല്ലെങ്കിലും എൻ്റെ നിലപാടിതാണ്. ആലിംഗന വിവാദത്തിൽ ക്ഷമാപണവുമായി ചെറിയാൻ ഫിലിപ്പ്. വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് കോൺഗ്രസ് MLA-മാരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തത്. ഇതിൽ തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനൗചിത്യമുണ്ടായെങ്കിൽ പൊതുസമൂഹം സദയം പൊറുക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തൻ്റെ പെരുമാറ്റത്തിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയാനായി സന്യാസദർശമായ ജീവിതം നയിക്കുന്ന തന്നെ ഒരു സ്ത്രീലമ്പടനായി ചില സമൂഹ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. ഇത് മാനസികമായി തളർത്തിയെന്നും ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. ആണുങ്ങളുടെ പാർട്ടി എന്ന ചീത്തപ്പേര് ലീഗിനില്ലെന്ന് ഫാത്തിമ തെഹലിയ ന്യൂസ് 18-നോട് പറഞ്ഞു. നേട്ടങ്ങൾ പലത് പറയാനുള്ള പാർട്ടിയാണ് ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിനൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, വനിതാ MLA-മാരില്ല എന്നത്. ആ ചീത്തപ്പേര് മാറ്റി ചരിത്രം കുറിച്ച ഫാത്തിമ തെഹലിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ ലീഗിനെ സംബന്ധിച്ച് മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ച് പോലെയല്ല ലീഗിന് ഒരു വനിതാ MLA. നിങ്ങളൊക്കെ MSF-ൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന വലിയ ചോദ്യമായിരിക്കും. അപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കാൻ ഇപ്പം കഴിഞ്ഞതിൽ എന്താണ് തോന്നുന്നത്? എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ചീത്തപ്പേരല്ല. കാലങ്ങളായിട്ട് ഓരോ സംഘടനകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം എൻ്റെ പാർട്ടിയിൽ ഈ രൂപത്തിലൊരു മാറ്റമുണ്ടായി. ഇതേപോലെ ഇനിയും ഒരുപാട് സംഘടനകളുണ്ടല്ലോ, അവർക്കൊക്കെ പ്രചോദനമാവട്ടെ. അവരും ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്ന ആ രൂപത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന രൂപത്തിലുള്ള സമീപനം എടുക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പേരാമ്പ്ര ഇടത് കോട്ടയാണ്. അവിടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു തരംഗം ഇല്ലെങ്കിൽ ജയിക്കാൻ കഴിയുന്നതൊക്കെ പ്രയാസ ആൾക്കാരിലൊക്കെ അങ്ങനെ കണക്കൂട്ടിയൊരു മണ്ഡലമാണ്. അവിടേക്ക് മത്സരത്തിനൊരു പോരാളിയെ വിടുന്നു എന്നതിനപ്പുറത്തേക്ക് അത് പിടിച്ചെടുക്കണം എന്നൊരു വാശി, അത് എപ്പോഴാണ് തുടങ്ങിയത്? പേരാമ്പ്ര ഇടത് കോട്ടയാണോ?
അങ്ങനെയല്ല വേറെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ 6 പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അതുപോലെ അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ പിന്നെ ഇടതുപക്ഷമാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണെന്നൊക്കെ അവകാശപ്പെടുന്ന സ്ഥലമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ആളുകളോട് വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള സ്നേഹം എനിക്ക് ആളുകൾ തന്നു. ആ രൂപത്തിൽ എന്നെ വിജയിപ്പിച്ചു. അവരുടെ പ്രതീക്ഷയായിട്ട് മാറി. ഇനിയും ഒരു ജനകീയമായിട്ട് അവർക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു MLA ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായി. അത് മാനസികമായി എങ്ങനെയാണ് ആ തരത്തിലേക്ക് വരുന്നതും ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ ആ വിഷയത്തിലേക്കൊന്നും അത്ര ആഴത്തിൽ പോയിട്ടില്ല. പരമാവധി വോട്ടർമാരെ കാണാനാണ് ഞാൻ ശ്രമിച്ചത്. ഓടി നടന്നു. മണ്ഡലത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് മലപ്രദേശങ്ങളുണ്ട്, പുഴകളുണ്ട്, വയലുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള മിക്സായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ റീജിയനാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ പുറത്തായിരുന്നു നടന്നിരുന്നത്. അകത്ത ആളുകളുടെ മനസ്സിൽ അതൊന്നും ഇല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവുകയും ചെയ്തു. എന്തൊക്കെ പറയുമ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ലീഗിന് ഒരു വലിയൊരു പുരുഷാധിപത്യമുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഹരിതയുടെ നേതൃത്വത്തിലേക്കും MSFിലേക്കും എല്ലാം കടന്നു വന്ന ആദ്യ ഒരു വനിതയാണ്. അപ്പോൾ ഈ കടന്നു വരുന്ന ഘട്ടത്തിൽ സ്ഥിരമായ ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാര സ്ഥാനങ്ങൾ തുടക്കക്കാരിയാവുക, അത് ഫൈറ്റ് ചെയ്ത് തന്നെയാണോ അത്തരം ഒരു സ്ഥാനങ്ങളിലേക്കൊക്കെ പാർട്ടിയെ തിരുത്തി? ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി ഒരു വലിയ തിരുത്തലിന് കൂടിയാണ് ഒരു വനിത MLA വരുന്നത്. അത്തരം ഒരു വലിയ സ്ട്രഗിൾ കൂടി നേരിട്ടാണോ കടന്നു വന്നത്? എനിക്കൊരു തിരുത്തലുണ്ട്. എൻ്റെ പാർട്ടി മാത്രം ഇതേപോലെ നിങ്ങൾ പുരുഷാധിപത്യ സംഘടന എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. മറ്റുള്ള പ്രധാന പാർട്ടികൾക്കൊക്കെ MLA-മാരുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ MLA-മാരെ മാത്രം കാര്യം നോക്കിയാൽ പോരല്ലോ. പാർട്ടി പോർട്ട്ഫോളിയോയിൽ എത്ര ആൾക്കാർ, ഇപ്പോൾ CPM-ന്റെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ലാസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൽ എത്ര സ്ത്രീകളെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കണക്കാക്കും. CPM ആദ്യം മന്ത്രിസഭയിൽ തന്നെ KR ഗൗരിയെ പോലെ ഒരു മന്ത്രി ഉണ്ടായ പാർട്ടിയാണ്. കോൺഗ്രസിനും അങ്ങനെ അവകാശപ്പെടാനുണ്ട്. ലീഗിനാണ് പ്രധാന പാർട്ടികൾ, അതൊരു ചരിത്രമാണല്ലോ. ലീഗിന് പ്രധാന പാർട്ടികൾ അങ്ങനെ ഒരു MLA പോലും അവകാശപ്പെടാനില്ല. പക്ഷേ പ്രധാന പാർട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു തിരുത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് സ്വന്തം പാർട്ടി എന്ന നിലയ്ക്ക് അത് ന്യായീകരിക്കുമ്പോഴും ആ തിരുത്തിലേക്ക് വന്നതൊരു ചരിത്രമാണ്. അതിൻ്റെ ഒരു വഴി എങ്ങനെയായിരുന്നു? 1991 കമറുന്നീസ അൻവറിന് അവസരം നൽകിയ പാർട്ടിയാണ് എൻ്റേത്. അതിനുശേഷം ശ്രീമതി നൂർബിന റഷീദിന് അവസരം നൽകി. ഇപ്പോൾ എനിക്ക് അവസരം നൽകി. അപ്പോൾ ഇപ്പോൾ എനിക്ക് വിജയിക്കാൻ സാധിച്ചു, അന്ന് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പരിഗണന കാലങ്ങളായിട്ട് പാർട്ടി നൽകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഈ ഒരു 2012 മുതൽ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട്. എനിക്ക് ഈ രൂപത്തിൽ പാർട്ടി അവസരങ്ങൾ തന്നതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിലേക്ക് പോലും വിജയിച്ച് കയറാൻ സാധിച്ചത്. എന്നെ ഹെൽപ്പ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ തെഹലിയാണ് കിരൺ ബാബുവായി സംസാരിച്ചത്. മറ്റൊരു MLA തവനൂരിലെ VS ജോയിയാണ്. അവിടെ അട്ടിമറി ജയം ജോയി നേടി എന്ന് വേണമെങ്കിൽ പറയാം. ദ റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ വിജയമെന്നാണ് VS ജോയി ന്യൂസ് 8 പറഞ്ഞത്. യുവനിരയിലെ ശ്രദ്ധേയനായ MLA VS ജോയിയാണ് നമുക്കൊപ്പം ചേരുന്നത്. കേരളത്തിൽ സാധാരണ എല്ലായിടത്തും ഏത് പാർട്ടിയായാലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ജാതി മത പരിഗണനയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു തരത്തിലും മത്സരിപ്പിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിലാണ് മത്സരിപ്പിച്ചത്. അവിടെ നിന്നാണ് ഈ വിജയം. എന്തു തോന്നുന്നു? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ തന്നെ ഏറ്റവും തങ്കത്തിളക്കത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ് തവനൂരിലെ വിജയം. നമ്മുടെ നാടിൻ്റെ സാമൂഹികപരമായ പശ്ചാത്തലം, മതേതര പരിസരം, അതിന് നേരെ തിരിച്ചു പിടിച്ചിട്ടുള്ളൊരു കണ്ണാടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ആ മതേതരത്വം ഇന്ന് വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളുന്നൊരു മണ്ണാണ് മലപ്പുറം. പക്ഷേ ആ മലപ്പുറത്തെ അപഹസിക്കാനും അപമാനിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് സ്റ്റോറികളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റിയൽ മലപ്പുറം സ്റ്റോറി അത് തവനൂരിലെ വിജയം തന്നെയാണ്. ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രീയപരമായി പ്രബുദ്ധമാണ് ആ നാട്ടിലെ ജനങ്ങൾ. മതജാതി ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നൊരു മണ്ണാണ്. മതേതരത്വത്തിൻ്റെ ഒരു പൂങ്കാവനമാണ് മലപ്പുറം. അത് നമ്മൾ ജനിച്ച് അവിടെ ജീവിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണത്തിനുള്ള ഒരു വായടപ്പൻ മറുപടി കൂടിയാണ് മലപ്പുറത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തവനൂരിൽ നൽകിയിട്ടുള്ളത്. അത് എല്ലാ കാലത്തും ചരിത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വിജയം. ജോയി യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മാതൃകയായിരിക്കും. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും പലയിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, അവർക്ക് അവിടെ ഭൂരിപക്ഷം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എത്ര വോട്ട് കിട്ടും, അങ്ങനെയൊക്കെ നോക്കിയാണ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അത്തരം പല പരിഗണനകളും നിഷേധിച്ചാൽ പോലും കടന്നു വരുന്നുണ്ട് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാലം മാറേണ്ടതല്ലേ? തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായ
ഒരു കാഴ്ചപ്പാടും നിലപാടും പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷേ മറ്റു പാർട്ടികളൊന്നും അങ്ങനത്തെ ഒരു റിസ്കിന് തയ്യാറായിട്ട് നമ്മൾ കാണുന്നില്ല. UDF ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും കുത്തുപറമ്പിലായാലും അപ്പോൾ കഴിഞ്ഞ തവണ കുന്നമംഗലത്തായാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് എറണാകുളം കൊച്ചി മണ്ഡലത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് താരതമ്യേന കുറച്ചുകൂടി അത്തരം കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ജോയിയാണ് കിരൺ ബാബുവായി സംസാരിച്ചത്. കോഴിക്കോടിന് മന്ത്രിയില്ലെന്ന് ആര് പറഞ്ഞെന്ന് കൊയിലാണ്ടി MLA പ്രവീൺ കുമാർ. ഒന്നിന് പകരം 3 മന്ത്രിമാരുണ്ടെന്നാണ് ന്യൂസ് 18നോട് പ്രവീൺ കുമാറിന്റെ പ്രതികരണം. UDFിന്റെ വിജയത്തിൽ ഏറ്റവും തിളക്കം നൽകിയത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയുടെ DCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടിയെ സംഘടന ശക്തിപ്പെടുത്തി ഏറ്റവും മികച്ച വിജയം നൽകിയത്. പക്ഷേ ഇത്രയേറെ മികച്ച വിജയം നൽകിയത് 102 പേരിൽ 12 പേർ, 10-1 കോഴിക്കോട് നിന്നാണ്. ആ ഒരു വലിയ വിജയത്തിന് ഒരു അംഗീകാരം ആ ജില്ലയ്ക്ക് കിട്ടിയില്ലെന്ന് വലിയ പരാതിയുണ്ട്. ആര് പറഞ്ഞു ജില്ലയിൽ നിന്ന് മന്ത്രിമാരില്ലാന്ന്? ശ്രീ K മുരളീധരൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, T സിദ്ദീഖ് കോഴിക്കോട് ജില്ലക്കാരനാണ്, KM ഷാജി കോഴിക്കോട് ജില്ലക്കാരനാണ്. അപ്പം ജില്ലയിൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പരാതിയില്ല, എന്തായാലും ഇല്ല. പിന്നെ A+ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ലല്ലോ. പക്ഷേ അവരുടെ പഠനം മുടങ്ങാറുമില്ല. കോഴിക്കോട് ജയിച്ച ആളുകൾ UDF മന്ത്രിയായില്ലെന്ന് കരുതി കോഴിക്കോടിൻ്റെ വികസനം മുടങ്ങില്ല. ഞങ്ങളുടെ ലക്ഷ്യം കോഴിക്കോടിൻ്റെ വികസനമാണ്. പക്ഷെ മറ്റൊരു ജില്ലയ്ക്കും ഇത് അവകാശപ്പെടാനില്ല. കോഴിക്കോട് ഒരു ഇടതു കോട്ട തകർത്ത് ചരിത്രം തിരുത്തിയെന്ന് പറയാം. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, പാർലമെന്റിൽ പിന്നെ നേരത്തെ വിജയിച്ചു എന്നൊക്കെ പറയാം. കോഴിക്കോട് മറ്റ് ജില്ലകളിലൊക്കെ LDFന് സ്വാധീനമുള്ളപ്പോൾ കോഴിക്കോട് ഒറ്റ സീറ്റ് വിട്ടുകൊടുത്ത് ബാക്കി 12 സീറ്റ് പിടിക്കുക എന്നുള്ളതായിരുന്നു. അത് കോഴിക്കോട്ടെ പാർട്ടിയെക്കുറിച്ച് വലിയ ആക്ഷേപം പണ്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ അതിനൊരു അംഗീകാരം യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രി ആവേണ്ടതല്ലേ? അതല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് ദീർഘവീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെക്കാളൊക്കെ ദീർഘവീക്ഷണങ്ങളാണല്ലോ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവരതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, കോഴിക്കോട് ജനത UDFന് നൽകിയ അംഗീകാരത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. പ്രവീൺ കുമാർ കോഴിക്കോട് DC അധ്യക്ഷൻ MLA ആണ് സംസാരിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിലുള്ള പരിചയം മുതൽക്കൂട്ടാകുമെന്ന് V മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. പരിചയക്കുറവിന്റെ പ്രശ്നമില്ല, ക്രിയാത്മക പ്രതിപക്ഷമായി സഭയിലുണ്ടാകുമെന്ന് മുരളീധരൻ വ്യക്തമാക്കി. നിയുക്ത MLA V മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് 3 പേർ. താങ്കളെ സംബന്ധിച്ചും പേഴ്സണലി വലിയൊരു എക്സ്പീരിയൻസ് ആവും ഇന്നത്തെ ദിവസം. എങ്ങനെ കാണുന്നു? വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലുള്ള അവസരം കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ പിന്തുണച്ച കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര, അതായത് ഇടതുപക്ഷ നിര ദുർബലമായ ഒരു നിയമസഭയാണ് വരാൻ പോകുന്നത്. BJPക്ക് 3 പേരുണ്ട്, നിങ്ങളെല്ലാം എക്സ്പീരിയൻസ്ഡ് കൂടിയാണ്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ സർക്കാരിനെതിരെ കൂടുതൽ വാദമുഖങ്ങൾ ഉന്നയിച്ച് അതിശക്തമായ BJPയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാമോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിലൂടെ 3 പേരുണ്ട്. പ്രതിപക്ഷത്തിൽ CPMലും CPIയിലും ഒക്കെ ധാരാളം പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ പരിചയസമ്പന്നതയെ ഞാൻ കുറച്ച് കാണിക്കാനൊന്നും തയ്യാറില്ല. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സർക്കാരിന്റെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സർവാത്മന പിന്തുണ നൽകും. വിയോജിക്കേണ്ട വിഷയങ്ങളിൽ ശക്തമായിട്ട് വിയോജിക്കും. ഒരു കാര്യം കൂടി, താങ്കൾ പാർലമെന്ററി എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ട്, മന്ത്രിയായിരുന്ന പരിചയമുണ്ട്, ഭരണരംഗത്തൊക്കെ പരിചയമുണ്ട്. എങ്കിലും കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വരുമ്പോൾ അതിന്റെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉള്ളിലുണ്ടോ? ആകാംക്ഷയുടെ ഒന്നും വിഷയമില്ല. കാരണം പാർലമെന്ററി നടപടികൾ, സഭാ നടപടികൾ എനിക്ക് അപരിചിതമല്ല. 5 വർഷക്കാലം സഭയുടെ നടത്തിപ്പിന്റെ ചുമതല പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി, സഹമന്ത്രി എന്നുള്ള നിലയിൽ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഭാ നടപടികളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളൊരു ആകാംക്ഷയുടെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ നിയമസഭയിലും ചില ചട്ടങ്ങൾ വിട്ടുപോയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ V മുരളീധരൻ ഉണ്ടാവും, ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അങ്ങനെയല്ല, ചട്ടങ്ങളൊക്കെ പഠിക്കണമല്ലോ, എല്ലാവരും പഠിക്കും. വളരെ നന്ദി. എന്തായാലും V മുരളീധരനും BJP ക്യാമ്പിനും ഇതൊരു വലിയ തുടക്കമാണ്, പുതിയൊരു നീക്കം കൂടിയാണ്. കാരണം കേരള നിയമസഭയിൽ BJP 3 അംഗങ്ങളുമായി കരുത്ത് തെളിയിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ ഇനി സഭയിൽ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള കരുത്തുറ്റ 3 MLAമാരുടെ സാന്നിധ്യമാവും BJPക്കും ഉണ്ടാവുക. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം TG സജിത്, ന്യൂസ് 18.
ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയെത്തി ചാണ്ടിയുമ്മൻ. പാന്റും ഷർട്ടും ധരിച്ചാണ് ചാണ്ടിയുമ്മൻ നിയമസഭയിലെത്തിയത്. ഷർട്ടിൽ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ആലേഖനം ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിസഭയുടെ അടിയന്തര യോഗം ഇന്ന് വൈകിട്ട് ചേരും. എല്ലാ കേന്ദ്രമന്ത്രിമാരും ഡൽഹിയിൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗം. പശ്ചിമേഷ്യൻ സംഘർഷവും പ്രത്യാഘാതങ്ങളും ചർച്ചയാകുമെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച സാഹചര്യം നിരീക്ഷിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഉന്നതാധികാര സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ധന വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും കരുതൽ ശേഖരമുണ്ടെന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ജൂൺ 10 മുൻപ് കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധന തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും നടപടി. LDF സർക്കാർ ഒപ്പിട്ട ശേഷം പിന്മാറിയെങ്കിലും നിലവിലെ സ്ഥിതിയെപ്പറ്റി വ്യക്തതയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. നയപരമായതിനാൽ UDF ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKന്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. അല്ല, ഒപ്പിട്ടു. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റ് ഇൻ അബയൻസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു പോളിസി മാറ്റർ ആണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. ഭരണമാറ്റം വൈകിയെങ്കിലും പാഠപുസ്തക വിതരണം മുടങ്ങില്ല. ഈ മാസം 29-ന് മുൻപ് മുഴുവൻ പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. യൂണിഫോമിന്റെ കാര്യത്തിലും മുടക്കം വരില്ല. പാമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാൻ സ്കൂളുകളിൽ പരിശോധന നടക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായി സ്കൂൾ തുറക്കുന്ന സമയത്തെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്തെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അടിയന്തരമായി തന്നെ ഇവരെ ഒന്ന് വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് മുൻപേ അറിയിച്ചിരുന്നു. അപ്പോൾ പാഠപുസ്തകത്തെ അച്ചടി ഇപ്പോൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. തടസ്സപ്പെട്ടത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 29-നകം എല്ലാ സ്കൂളുകളിലും എല്ലാ പാഠപുസ്തകവും, ജൂൺ 1-ന് ആവശ്യമുള്ള എല്ലാ പാഠപുസ്തകവും എത്തുമെന്ന് നമുക്ക് ഉറപ്പ് തന്നു. അത് ഇവരുമായുള്ള ഈ റിവ്യൂ മീറ്റിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് പിന്നെ ഇന്ന് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഓഫീസറെയും അത് പ്രിൻ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതിക്ക് മുമ്പായി പാഠപുസ്തകം എത്തിക്കാൻ കഴിയും. യൂണിഫോം വിതരണം ഏറെക്കുറെ 75% പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി അരിയേഴ്സ് ഒന്നും അങ്ങനെ കൊടുത്തു തീർക്കാനില്ല എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഒരു അധ്യയന വർഷത്തെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാവുന്ന അവസ്ഥ ആ കാര്യത്തിലുണ്ട്. ഫിറ്റ്നസ് അതും ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ചയായി. അപ്പോൾ ഫിറ്റ്നസ്സിലിപ്പോൾ കെട്ടിടത്തിൻ്റെ ഉറപ്പും ബലവും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ലൈനൊക്കെ പോയിട്ട് ഇതിലിടയ്ക്കൊരു അപകടം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി ഈ കെട്ടിടത്തോട് ചേർന്ന് ഇലക്ട്രിക്കൽ ലൈൻ പോവാതിരിക്കണം. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഫിറ്റ്നസ് കൊടുക്കൂ. ആ രീതിയിൽ അതിൻ്റെ നോംസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ആ പ്രോസസ്സ് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ ഒരു പ്രശ്നം വ്യാപകമായിട്ടുള്ളത് കൊണ്ട് 2 മാസം അടച്ചിട്ടല്ലേ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ ആ രീതിയിലുള്ളൊരു പരിശോധന കൂടി അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എറണാകുളം മലയിടം തുരുത്തിലെ പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സദസ്സുമായി CPIM കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധിച്ച 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പാരിയത്തുകാവിൽ പ്രശ്നപരിഹാരത്തിന് ഇടത് സർക്കാർ തുടങ്ങിവെച്ച നടപടികൾ പൂർത്തീകരിക്കണമെന്ന് P. രാജീവ് ആവശ്യപ്പെട്ടു. പ്രദേശവാസികളിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം മലയിടം തുരുത്തിലെ പാരിയത്തുകാവിൽ പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സദസ്സുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM. കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിയിലാണ് പ്രതിഷേധിച്ചിട്ടാണ് CPM രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടത് സർക്കാർ തുടർന്നു വന്നിരുന്നത് ഈ ഒരു കാര്യം തുടർന്നു വന്നപ്പോഴൊക്കെയും ഇവരെ കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരം പോലീസ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്കോ അത് മാറിയിരുന്നില്ല. ആ ഒരു നയം പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം. ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച നയം തന്നെ ഇത് തുടരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് P. രാജീവ് സ്ഥലത്ത് സന്ദർശിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാലമായി ഈ വിധി 2022 വന്ന് ഇതുവരെയും ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം, ആരെയും ഒഴിപ്പിക്കാതിരുന്നൊരു സാഹചര്യം നിലനിന്നത് അന്നത്തെ ഗവൺമെന്റ് എടുത്ത ഒരു സമീപനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. എന്നാൽ ഗവൺമെന്റ് മാറി വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇതുപോലെ ഒരു നടപടി, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയ്ക്കകത്ത് തന്നെ ഇത്തരം നടപടി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 14 തവണയായിട്ട് കുടിയൊഴിപ്പിക്കൽ നടപടികൾ തുടരുമ്പോൾ 15ാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പോലീസ് നിരവധി പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട 50 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. CPM പ്രവർത്തകരും അതുപോലെ പട്ടികജാതി കുടുംബങ്ങളും അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പലരും പട്ടികജാതി കുടുംബത്തിലുള്ള പലർക്കും ക്രൂരമായ മർദ്ദനമേറ്റു എന്ന് തന്നെയാണ് അവരുടെ ആളുകൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ഇവിടെ ചവിട്ടിക്കൂട്ടി അവള് സാരി കൊടുക്കാറ്, അവള് പാർവാടി ടീച്ചറാ. അതിവിടെ വന്നപ്പോ കീറി, ബ്ലൗസൊക്കെ കീറി, ഈ ബ്ലൗസിന്റെ പുറവശമൊക്കെ കീറി. എന്നിട്ട് അവള് സാരി പോയിച്ചുകൊണ്ടാണ് വാരിക്കുട്ടി എടുത്തുകൊണ്ടാണ് ഇവിടെ ഇട്ട്. ഇനി മേലിൽ ഇങ്ങനെയുള്ള പോലീസുകാരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനപ്പെട്ടു അത് വന്നിട്ട് എനിക്ക് പറയാനുള്ളൂ സാർ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ടെത്തിയ അഭിഭാഷക കമ്മീഷനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ, പോലീസിനെ ഈ നടപടിക്രമങ്ങൾ പാലിക്കാൻ പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന സാഹചര്യം വളരെ മോശമായി പോയി എന്നുള്ള നിരീക്ഷണം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ പോലീസ് ഇതിൽ ഇടപെട്ട കാര്യവും ആളുകൾക്ക് എതിരെ മർദ്ദനമുറകൾ പ്രയോഗിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് സാഹചര്യമായിട്ടുള്ളത്. എന്തായാലും CPMന്റെ നേതൃത്വത്തിൽ സംരക്ഷണ സദസ്സുമായി മുന്നോട്ട് പോവുകയാണ്. കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കുന്നതും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളത്തിന്റെ മോഹൻലാലിന് ഇന്ന് 66ാം പിറന്നാൾ. തിരനോട്ടത്തിൽ നിന്ന് തുടങ്ങി മഞ്ഞുവിരിഞ്ഞ പൂക്കളിലൂടെ തുടങ്ങിയ ആ യാത്ര ഇന്ന് ദൃശ്യം 3 റിലീസ് ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ മലയാളിയുടെയും അഹങ്കാരമായ ലാലേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എണ്ണി തുടങ്ങിയാൽ ദിവസം മതിയാകില്ല. There is only one Mohanlal that happens once in 100 years. മാധുരി ദീക്ഷിത് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യയിലെ ഓരോ സിനിമാ ഇൻഡസ്ട്രിയിൽ പോയി സർവേ എടുത്താൽ അറിയാം ആരാണ് അവർക്ക് മോഹൻലാൽ എന്ന്. അപ്പൊ പിന്നെ മലയാളികളോട് പ്രത്യേകം ചോദിക്കണോ? ആ സിംഹാസനം തട്ടിയെടുക്കാൻ, ആ സിംഹാസനത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അടിക്കാനും എത്രയോ പേർ വന്നവരെല്ലാം കൊഴിഞ്ഞുപോയി. അടുപ്പിച്ചിട്ടില്ല മലയാളികൾ. കാരണം ആ സിംഹാസനത്തിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ, സാക്ഷാൽ മോഹൻലാൽ. കമൽതളത്തിൽ ക്ലാസിക്കൽ, വാനപ്രസ്ഥത്തിൽ കഥകളി ആചാര്യൻ, അഹമിൽ സിവിയർ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, തന്മാത്രയിൽ അൾഷിമേഴ്സ് രോഗി, വടക്കുംനാഥനിൽ ബൈപ്പോളാർ ഡിസോർഡർ, താളവട്ടത്തിൽ മനോരോഗി, പറഞ്ഞു തുടങ്ങിയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം സാക്ഷാൽ മോഹൻലാലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച്. സതയം, ഭ്രമരം, താഴ്വാരം, ഒപ്പം, സ്പിരിറ്റ്, നേര്, ദൃശ്യം, സ്ഫടികം, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, ദേവാസുരം, അദ്വൈതം, തുടരും, ലൂസിഫർ, മിന്നാരം, ചിത്രം. ഒരു സർവകലാശാല തന്നെയല്ലേ ലാലേട്ടൻ. ജെൻസി വരും, ജെൻ ആൽഫ വരും, പുതിയ സിനിമകൾ വരും,
പുതിയ കാലമാണ്, പുതിയ സബ്ജക്ട്സ് വരണം എന്നെല്ലാം തിരക്കഥാകൃത്തുക്കളും സംവിധായകരും വാശി പിടിക്കും. പക്ഷേ പുതിയതായി അവർക്ക് ഒന്നു മാത്രം വേണ്ട, അവരുടെ സിനിമയിലെ നടനെ. അതിന് അവർക്ക് 46 വർഷം പഴക്കമുള്ള നടനെ മതി. പേര് മോഹൻലാൽ. ഇന്നും വരി വരിയായി പിന്നാലെ നിൽക്കും ജൽസി സംവിധായകരും അത്രയും എക്സ്പീരിയൻസ് നിറഞ്ഞ സംവിധായകരും. ആഗ്രഹം ലാലേട്ടന്റെ ഡേറ്റ് പോലുമല്ല, എങ്ങനെയെങ്കിലും മോഹൻലാലിന്റെ മുന്നിൽ കഥ പറയാനായി ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഡേറ്റ് കൂടി കിട്ടിയാൽ പിന്നെ നോക്കണ്ട, ആ സംവിധായകൻ പിന്നീട് ഒരു ബ്രാൻഡായി മാറും. അതാണ് മോഹൻലാൽ. അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളില്ല ഭായ്. ഇന്നും മോഹൻലാലിന്റെ അഭിനയത്തെ അളക്കുന്നവരുണ്ട്. അവർ അളക്കുന്ന അളവുകോലിനപ്പുറം പോയാൽ അവർക്കും അളക്കാൻ കഴിയില്ലല്ലോ. ആ യാഥാർത്ഥ്യം അളക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലത്. അയാളുടെ ഒരു 10 പടം അടുപ്പിച്ച് പരാജയപ്പെട്ടാലും ഇനി ചെയ്യുന്ന ഒരു സിനിമ ഹിറ്റായില്ലെങ്കിലും ശരി, അയാളുടെ സിംഹാസനം മോഹിക്കാൻ പോയിട്ട് തൊടാൻ പോലും കഴിയില്ലെന്ന് ഇന്നത്തെ യുവതാരങ്ങൾക്ക് ഉൾപ്പെടെ അറിയാം. മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളിൽ വന്ന് തല കാണിച്ചാൽ മതി, സിനിമയുടെ ബിസിനസ് നടക്കുമെന്നുള്ള പരസ്യമായ രഹസ്യം മറ്റൊരു വശത്തുമുണ്ട്. ലാലേട്ട, പല ഇൻഡസ്ട്രികൾ വിളിക്കും ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾക്കായി. ഞങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ഒരു ആരാധകൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. പ്രേക്ഷകർ കാത്തിരുന്ന ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 3ക്ക് മികച്ച പ്രതികരണം. കൊച്ചി കവിതാ തിയേറ്ററിൽ പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ട് മോഹൻലാലും അണിയറ പ്രവർത്തകരും. അതിമനോഹരമായ പിറന്നാളെന്ന് മോഹൻലാൽ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ കിട്ടി. പടം ലാലേട്ടൻ തൂക്കി. ഈ വർഷം ലാലേട്ടൻ തൂക്കി. അടുത്ത 100 കോടിയാണ്. ഇതേപോലെ നമ്മളൊരു 13 വർഷം മുന്നേ ഞങ്ങൾ ഈ തിയേറ്ററിൽ, ഈ കവിതാ തിയേറ്ററിൽ നിന്നാണ് ദൃശ്യം കണ്ടത്. അന്ന് ഈ ദൃശ്യം കണ്ട് ഇറങ്ങി വന്നപ്പോൾ ഈ ആഹ്ലാദം ഞങ്ങളന്ന് 13 വർഷം ആഘോഷമാണ്. അതേ സെയിം തന്നെ, അതേപോലെ ഒന്നും കുറേ തന്നെ ഇപ്പോഴും ആ ഒരു ആഹ്ലാദം തന്നെ ഞങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീര സിനിമയാണ്. ലാലേട്ടൻ ഇന്ന് ജന്മദിനത്തിൽ ലാലേട്ടൻ നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആരാധകർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൃശ്യം 3. അതിമനോഹരമായിട്ടുണ്ട് സിനിമ. പടം ബമ്പർ ഹിറ്റായിരിക്കും. ലാലേട്ടൻ തൂക്കി. അപ്പോൾ നമുക്ക് 100 കോടി തന്നെ തുടങ്ങാം. ആ രീതിയിലാണ് ചെയ്തു വെച്ചത്. രക്ഷയില്ല, ഗംഭീരം. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് പിന്നെ അധികം സമയമില്ല നിന്ന് കളയാനായിട്ട്. നമുക്കിനി ചാറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതിനു വേണ്ടി പോകണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് സിനിമ. പടം വേറെ ലെവലാണ്. നിങ്ങൾ കണ്ടാൽ അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കൽ ഒരു പ്രതീക്ഷയിലാണ്. ജിത്തു ജോസഫ് സാറിന് പറഞ്ഞു പ്രതീക്ഷിക്കരുത്, നിങ്ങൾ വന്ന് കണ്ടോളാം. അതാണ് കണ്ട് നമുക്ക് ഹാപ്പിയാണ്. ഈ ബർത്ത്ഡേ ദിനത്തിൽ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ഹിറ്റ് കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും മോഹം കണ്ട് അറിയാൻ പറ്റും ഇത്രയും പേരാ. എല്ലാവരും ചോദിച്ചാലോ പ്രതീക്ഷിക്കുന്ന പോലെ ട്വിസ്റ്റാണോന്ന്? അതല്ല, എല്ലാവരും പടം കാണാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയായിട്ടല്ലേ വരിക. അതൊക്കെ മുകളിലാണ് ട്വിസ്റ്റ്. ഈ ജിത്തു ജോസഫ് എന്ന ഒരാളെ എഴുതി വെച്ചിരിക്കുന്നത് അയാൾക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ലെവലില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷയായിട്ട് വരും. ദൃശ്യം നമ്മൾ അതാർക്കും അറിയില്ല. ദൃശ്യം 3 ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ ഇതിന്റെ പല കഥകൾ പല ആൾക്കാരുടെ രീതിയിൽ പല യോജന. അപ്പൊ നമ്മൾ വേണം ചോദിച്ചു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇഷ്ടമാണ്? പ്രതീക്ഷിക്കുന്ന ഇഷ്ടമല്ലത്. ഇത് കണ്ടാൽ മാത്രമേ ഇയാൾ ഇതാണോ ചെയ്തു വെച്ചിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്ന അപ്പുറത്താണ് ഇതിന്റെ ട്വിസ്റ്റ്. മെയിൻ ആൻഡ് ക്ലൈമാക്സ് തന്നെയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും ഒന്ന് കാണാം. വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കണ്ടു. നിരാശപ്പെടുത്തിയില്ല ജിത്തു ജോസഫ് മോഹൻലാലും, അല്ലെ? തീർച്ചയായിട്ടും. അല്ല, നമ്മള് ദൃശ്യം സീരീസിലൊക്കെ ഒരു ഇതുമില്ലാണ്ട് ആരും കൈവെക്കൂല. അത് 100% ഉറപ്പാണല്ലോ. നമ്മളെ സംബന്ധിച്ച് പടം ഓക്കെയാണ്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ എപ്പോഴും സാധാരണ നടക്കുന്നത്. നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ച് വരും, നമുക്ക് നെഗറ്റീവാണ് കിട്ടാറ്. പക്ഷെ ഇതിന് ആരാധകർ എന്ന നിലയിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അങ്ങനെ കാരണം ഒന്നുമില്ലാതെ ദൃശ്യ സീരീസിൽ ഇവർ കൈവെക്കാറില്ല. വെച്ചതിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ജിത്തുവിന്റെ സമീപകാലത്തുള്ള പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പോരായ്മകളായിരുന്നു. ഇപ്പൊ വലതുവശത്തെ കളറിൽ ഉൾപ്പെടെ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൃശ്യ സീരീസ് എപ്പോൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് പുള്ളി വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു. വലിയ ആഘോഷമാണ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ. ആരാധകർക്ക് കറക്റ്റ് ആയിട്ടുള്ള സമ്മാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഇതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പടം തൂക്കി, അതാണ് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം. പിന്നെ പിറന്നാളായിട്ട് ലാലേട്ടനെ നേരിട്ട് കണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാനും പറ്റി. പടം തൂക്കി. എന്നാൽ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്താണ് പറയാൻ വാക്കുകളില്ല, വേറെ ഇനിയില്ല.
എന്തായാലും മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു സമ്മാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതും മോഹൻലാലിനൊപ്പം ഇരുന്ന് തന്നെയാണ് അവർ സിനിമ കണ്ടത്. സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ബർത്ത്ഡേ കേക്ക് മുറിച്ചു, ആരാധകർക്ക് നന്ദി പറഞ്ഞു, കുടുംബത്തിന് നന്ദി പറഞ്ഞു. ഒപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തിയേറ്ററിൽ നിന്ന് മടങ്ങിയത്. എല്ലാവർക്കും സിനിമ ഒരുപാട് സന്തോഷം. ഈ സിനിമ വേൾഡ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്, പനോരമ. ആന്റണിക്ക് സ്പെഷ്യൽ നന്ദി, മീന, എൻ്റെ ഫാമിലിക്ക്. ജിത്തുവിന് വരാൻ പറ്റിയില്ല, ജിത്തുവിൻ്റെ വൈഫുണ്ട്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും മോഹൻലാൽ, ജിത്തു ജോസഫ് ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ദൃശ്യം 1-ലും 2-ലും നമ്മളത് കണ്ടതാണ്. അത് ആവർത്തിക്കുകയാണ് ദൃശ്യം 3-ലും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ചരിത്ര പര്യടനം പൂർത്തിയാക്കി കൊച്ചിയിൽ എത്തിച്ചേർന്ന INS സുവേനയ്ക്ക് വൻ സ്വീകരണം. ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നാവികസേന മേധാവി സമീർ സക്സേനയുടെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. 49 ദിവസം നീണ്ടുനിന്ന സമുദ്ര പര്യടനം പൂർത്തിയാക്കി ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്കെത്തിയ INS സുനേനയെ ഇന്ത്യൻ നേവിയുടെ 2 ഇന്റർസെപ്റ്റുകളുടെ അകമ്പടിയിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഏപ്രിൽ 2-ന് മുംബൈയിൽ നിന്നാണ് INS സുനേന പര്യടനം തുടങ്ങിയത്. മാൽദീവ്സ്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചുറ്റിയാണ് കൊച്ചിയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യൻ നാവികർക്ക് പുറമെ 16 സൌഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികർ ഉൾപ്പെടെ 38 നാവികരുടെ സംഘമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഈ കാലയളവിലും പര്യടനത്തിന് മുൻപുമായി സംഘങ്ങൾ വിവിധ പരിശീലന പരിപാടികളിലും പങ്കെടുത്തു. ദക്ഷിണ നാവികസേന മേധാവി സമീർ സക്സേന പര്യടനം പൂർത്തിയാക്കിയ നാവികരെ അഭിനന്ദിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘങ്ങളുടെ കുടുംബാംഗങ്ങളും നാവികരെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയും സമുദ്ര സഹകരണവും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേന നടപ്പാക്കുന്ന IOS സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് INS സുനൈന എന്ന കപ്പൽ പര്യടനം നടത്തിയത്. ഇന്ത്യയുടെ പ്രധാന ബഹുരാഷ്ട്ര സമുദ്ര സഹകരണ പദ്ധതിയുടെ 2ാം പതിപ്പാണ് IOS സാഗർ 2026. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രാദേശിക പങ്കാളിത്തങ്ങളെ ശക്തിപ്പെടുത്തുകയും സമുദ്രശേഷി വികസനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാഗർ ദൌത്യം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയായ കോട്ടയം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. പഠനത്തിനിടെ പാർട്ട് ടൈമായി ജോലി നോക്കുന്ന കഫയിലെ സഹപ്രവർത്തകരുടെ താമസ സ്ഥലത്ത് വെച്ചായിരുന്നു അതിക്രമം. പെൺകുട്ടിയോട് അതിക്രമം നടത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസ് ഒളിവിലാണ്. 9 ദിവസം മുൻപായിരുന്നു സംഭവമെങ്കിലും പോലീസ് ആദ്യം പരാതി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടി നൽകുന്ന വിവരങ്ങൾ എന്താണ്? കുടുംബാംഗങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ടോ പോലീസ്? ഈ മാസം 11-നാണ് രഞ്ജിത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പെൺകുട്ടി അവിടെ ഒരു മോമോസ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു പാർട്ട് ടൈമായി. ഈ ജോലി സ്ഥലത്ത് ഈ മോമോസ് ഷോപ്പ് വിൽക്കാൻ ഇതിന്റെ ഉടമകളായ അതുലും ഘോഷ് എന്ന ആളും കൂടി തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായൊരു പാർട്ടി നടന്നു. ഈ മോമോ ഷോപ്പ് വിൽക്കുന്നതിന് ഇടനില നിന്ന സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസ് ആണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നതാണ് പരാതി. ഈ പരാതിക്ക് തൊട്ട് പിന്നാലെ മടിവാള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പെൺകുട്ടി. പക്ഷേ പോലീസ് പരാതി സ്വീകരിച്ചില്ല. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് തുടക്കം മുതൽ നടന്നതെന്നാണ് പെൺകുട്ടി ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് DCPക്ക് പരാതി നൽകുകയും തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഈ ഹൈനസ് ഒളിവിലാണ്. അതായത് ആ ദിവസം രാത്രി, പാർട്ടി നടന്ന ദിവസം രാത്രി ഈ രണ്ടുപേരുടെ, അതുലിന്റെയും ഘോഷിന്റെയും താമസ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പാർട്ടിക്കിടെ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് കടയിലേക്ക് പോയി. ഈ സമയം ഈ പെൺകുട്ടിയെ ഈ ഹൈനസ് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. എന്തായാലും ഈ സംഭവം നടന്ന് പോലീസിന്റെ ഒരു വലിയ അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഒരു പരാതി. നിലവിൽ തുടക്കത്തിലൊരു വൈദ്യപരിശോധനയ്ക്ക് പോലും തയ്യാറായില്ല പോലീസ് എന്ന ആരോപണവും ഈ പെൺകുട്ടി ഉയർത്തുന്നുണ്ട്. എന്തായാലും പിന്നീട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർ അന്വേഷണങ്ങളിലേക്കൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രഞ്ജിത്ത്. ശരി ശ്രീത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യ ആസൂത്രക സിന്ധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിന്ധുവിനെ ഇന്നലെ കൊച്ചിയിൽ എത്തിച്ചിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് സംഘടിത കുറ്റകൃത്യത്തിന്റെ ചുഴലിക്കാനാണ് പോലീസിന്റെ ശ്രമം.
വിദേശത്തേക്ക് കടക്കുന്നതിനിടയിലാണ് സിന്ധുവിനെ പോലീസ് പിടികൂടുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സിന്ധുവിന്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി മുഖേനയാണ് സ്ത്രീകളെ വിദേശത്തേക്ക് അയക്കുന്നതെന്നാണ് അന്വേഷണ സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ വിസയും അനുബന്ധ പേപ്പറുകളും അത് തയ്യാറാക്കി കൊടുക്കുന്നത് സിന്ധു ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സിന്ധു കേസിലെ മുഖ്യ പ്രതിയാണ്. സിന്ധുവിനെയും ഉടനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 പ്രതികളെ, അലീന ഉൾപ്പെടെയുള്ള പ്രതികളെയും 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അലീനയുടെ ആൺ സുഹൃത്തിന്റെ ഒരു വീഡിയോ അടക്കം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്നാണ് അലീനയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ഔറംഗസീബ്, ഗുണ്ട നേതാവായിട്ടുള്ള ഔറംഗസീബ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അലീന അടക്കം ഇപ്പോൾ കോടതി റിമാൻഡിലാണ്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് സിനിമ സീരിയൽ താരങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളുന്നുണ്ട്. അവരും, അതായത് ഈ സെക്സ് റാക്കറ്റിൽ അകപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, അവർ ഈ സിനിമാ താരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. വിദേശത്തെത്തുമ്പോൾ ഇവരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ടെന്ന വിവരമൊക്കെ ലഭ്യമായി തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്കും കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിന്ധുവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. സിന്ധുവിന്റെ ഫോൺ അടക്കം പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ വിശദീകരണം തേടി ആഭ്യന്തരമന്ത്രി. ആഭ്യന്തര സെക്രട്ടറിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വിനോദ വിവരങ്ങൾ. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ നൽകുന്ന നടപടിയാണ് ഏറ്റവും ഒടുവിൽ ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ കേസുകളിലെ പ്രതികൾ കൂട്ടത്തോടെ പരോൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ശരത്ലാലിന്റെ അച്ഛൻ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് സിംഗയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ഇങ്ങനെ കൂട്ടത്തോടെ പരോൾ നൽകിയത് എന്ന കാര്യം ഉറപ്പായും ഈ പരോള് റദ്ദാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. രഞ്ജിത്ത് വിനോദ വിവരങ്ങൾ പങ്കുവച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,660, പവന് 1,17,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,110, പവന് 96,880. വെള്ളി ഗ്രാമിന് 285, പവന് 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവുമായി ടോം എത്തും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.